ഇനി നമുക്ക് കൊറിയൻ ഫുഡ് കഴിക്കാൻ കൊറിയ പോകേണ്ട ആവശ്യമില്ല. എറണാകുളത്ത് മുക്ബങ് എന്ന് പറയുന്ന കൊറിയൻ റെസ്റ്റോറൻറ്റിൽ വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇവരുടെ കൊറിയൻ ഫുഡ് ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഡ്രാമാസ് ഒക്കെ കണ്ടിട്ട് അവരിങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കൊറിയൻ ഫുഡ്. കുറേ വെറൈറ്റീസ് ഓഫ് ക്യുസീൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ ടിറ്റിയൊക്കെ ബുക്കി പറയുന്ന ക്യുസീനാണ് ഓർഡർ ചെയ്തത്. നല്ല എക്സൈറ്റഡ് ആണ്. നോക്കാം. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു മസ്റ്റായി ആണ്. എങ്ങനെയാണ് അമ്മ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുന്തത്തി കുത്തുന്ന പോലെയാണോ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഓർഡർ ചെയ്തത് ഞങ്ങൾ കിഞ്ചിയാണ്. ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി ഓർഡർ ചെയ്തതായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങൾക്ക് അത്ര അങ്ങ് വർക്കൗട്ട് ആയില്ല. ചെസ് നമ്പർ 3, ദ സ്റ്റാർ ഓഫ് ദ ഡേ, ഗിംബാബ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ സൂഷിയില്ലേ, സൂഷിയുടെ ഒരു എന്താ പറയുക, ആ വകയിലൊരു അനിയനൊക്കെ ആയിട്ട് വരും ഈ സംഭവം. അപ്പോൾ ഈ ഒരു ക്യൂസീൻ അടിപൊളിയായിരുന്നു. ഓൾ ടുഗദർ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു കൊറിയൻ കഫേ നമുക്ക് സമ്മാനിച്ചത്. എന്താ പറയുക, ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് ആയിരുന്നു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ടാറ്റ